വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനിപ്പോൾ ഒരു യാത്രയിലാണ്. കുറച്ച് ഫ്രീ ടൈം കിട്ടിയപ്പോൾ എന്നാൽ പിന്നെ ഫോർട്ട് കൊച്ചി പിടിക്കാമെന്ന് നമ്മൾ വെച്ചു. അങ്ങനെ ഫോർട്ട് കൊച്ചിയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. നമ്മൾ കൊച്ചിക്കാരിയായിട്ട് ഫോർട്ട് കൊച്ചി പോയില്ല എന്നുള്ള പരാതി വേണ്ട. 2 വീലറിലാണ് ഞാനും എൻ്റെ കൂടെ ക്യാമറയും വരുന്നത്. അപ്പോൾ വഴി നീളെ എനിക്ക് വിശേഷം പറയാനുണ്ട്. നമുക്ക് പോകാം. കൊച്ചി താമസിക്കുന്നവർക്ക് ഫോർട്ട് കൊച്ചി എന്ന സ്പെഷ്യലാണ്. ഞാൻ പലതവണ ഫോർട്ട് കൊച്ചിയിൽ പോയിട്ടുണ്ട്. എന്നാൽ ക്യാമറയുമായി ഒരു റോഡ് ട്രിപ്പ് ഇതാദ്യമാണ്. നമ്മളിപ്പോൾ ഒരു ട്രിപ്പിന് പോകാൻ പ്ലാൻ ചെയ്യുമ്പോൾ നേരത്തെ പോയ ഡെസ്റ്റിനേഷനിൽ വീണ്ടും പോകാൻ ചിലപ്പോൾ താല്പര്യം കാണില്ല. എന്നാൽ ഫോർട്ട് കൊച്ചിയിൽ പോയവർക്ക് അങ്ങനെ ഒരു ചിന്ത വരാൻ ചാൻസേ ഇല്ല. കാരണം എല്ലാ തവണ പോകുമ്പോഴും ഫോർട്ട് കൊച്ചിയിൽ നിന്ന് കിട്ടുന്ന വൈബ് പുതിയതാണ്. അപ്പോൾ എടപ്പള്ളിയിൽ നിന്ന് പാലാരിവട്ടം പാലം കയറിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഫോർട്ട് കൊച്ചിയിലേക്ക് പോകാൻ പല വഴിയുണ്ട്. കലൂർ വഴി, മറൈൻ ഡ്രൈവ് വഴി നമുക്ക് പോകാം. അത് ഓരോരുത്തരുടെയും ഇഷ്ടം. ഏത് വഴി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ വൈറ്റില വഴിയാണ് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വൈറ്റില പാലം കഴിഞ്ഞ് കുണ്ടന്നൂർ പാലം റോഡിലേക്കാണ് കടന്നിരിക്കുന്നത്. എന്നാൽ നമുക്ക് കുണ്ടന്നൂർ പാലത്തേക്ക് കയറേണ്ട ആവശ്യമില്ല. ലെഫ്റ്റ് ചേർന്ന് സർവീസ് റോഡ് വഴി മരട് ജംഗ്ഷനിലാണ് നമ്മൾ എത്തുക. അവിടെ നിന്ന് റൈറ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത്. റൈറ്റിലേക്ക് കയറുമ്പോൾ നമ്മൾ ആദ്യം കയറുന്ന ഒരു പാലത്തിലേക്കാണ്. ഇതാണ് കുണ്ടന്നൂർ തേവര പാലം. ഇത് കടന്നാൽ വീണ്ടും 2 ബ്രിഡ്ജ് കൂടി നമ്മൾ ക്രോസ് ചെയ്യേണ്ടതുണ്ട്. കുണ്ടന്നൂർ നെട്ടൂർ പാലവും കുണ്ടന്നൂർ അലക്സാണ്ടർ പറമ്പിത്തറ പാലവും. ഈ കുണ്ടന്നൂർ നെട്ടൂർ പാലം പാലാരിവട്ടം പാലം പോലെ തന്നെ ഈ വാർത്തകൾ ഇടം പിടിച്ച ഒരു പാലമാണ്. പാലാരിവട്ടം പാലത്തിൻ്റെ പ്രശ്നം നടക്കുമ്പോൾ തന്നെ ഈ പാലത്തിലും വിള്ളൽ കണ്ടെത്തിയ വാർത്ത നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പാലവും സിഗ്നലും ഒക്കെ താണ്ടി കാടും മലയും താണ്ടി എന്ന് പറയുന്നത് പോലെ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഈ കാണുന്നത് തേവര വോക്ക് വേ ആണ്. നീണ്ടു നിവർന്ന് കിടക്കുകയാണ് നമ്മുടെ വോക്ക് വേ. 24 ഹവേഴ്സ് ഓൺ ആണിത്. രാത്രി സമയത്താണ് ഈ ഏരിയയിലേക്ക് വരേണ്ടത്. നമുക്ക് ഒരു ദിവസം എന്തായാലും വരാം. അപ്പോൾ അതിൻ്റെ ബ്യൂട്ടി ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വില്ലിംഗ്ടൺ ഐലൻഡ് റോഡൊക്കെ കഴിഞ്ഞ് കൊച്ചി പോർട്ട് ജംഗ്ഷനിലാണ് എത്തുക. അവിടെ നിന്ന് നമുക്ക് സ്ട്രെയിറ്റ് ആണ് പോകേണ്ടത്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് തോപ്പുംപടി ബ്രിഡ്ജിലാണ്. ഈ പാലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് പറയാതെ പോകാൻ എന്തായാലും സാധിക്കില്ല. കപ്പലുകൾക്ക് കടന്നു പോകാൻ പാകത്തിനാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. അതായത് കപ്പൽ പോകുന്ന സമയം ഈ റോഡ് മുകളിലേക്ക് ഉയർത്തുമെന്നാണ് പറയുന്നത്. എന്നാൽ ഈ സംവിധാനം ഇപ്പോൾ നിലവിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ നമ്മൾ ഫോർട്ട് കൊച്ചി എത്താൻ പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് KJ ഹേർഷൽ റോഡിലാണ്. ബ്ലോക്കും തിരക്കും ചൂടും പൊടിയും ഒക്കെ മാറി ഈ എത്തിയപ്പോൾ എന്തോ നല്ല സുഖം. അതുകൊണ്ടാണ് ഇവിടെ വണ്ടി ഒതുക്കാമെന്ന് വെച്ചത്. നല്ല പച്ചപ്പും നല്ല തണലുമൊക്കെ, നല്ല വൃത്തിയുള്ള റോഡ്. തൊട്ടപ്പുറത്ത് മിലിറ്ററി ക്യാമ്പാണ്. ഈ റോഡിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. പല സിനിമയ്ക്കും ഈ റോഡും സ്ഥലവും ലൊക്കേഷനായി മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ദൂരമേ പോകേണ്ടതുള്ളൂ. ഫോർട്ട് കൊച്ചി ഇവിടെ അടുത്താണ്. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ നമ്മൾ അങ്ങനെ ഫോർട്ട് കൊച്ചിയിൽ എത്തിയിരിക്കുകയാണ്. അധികം തിരക്കൊന്നുമില്ല. അത് ശാന്തസുന്ദരമായി ഇങ്ങനെ കിടക്കുകയാണ് നമ്മൾ ഫോർട്ട് കൊച്ചി. ഇവിടെ ആളെ കാണാത്തത് നോക്കേണ്ട. ബീച്ച് സൈഡിൽ എന്തായാലും തിരക്ക് കാണും. എല്ലാവരും എത്താനുള്ള സമയമാവുന്നേ ഉള്ളൂ. ഇത് ഫോർട്ട് കൊച്ചി ക്ലബ്ബാണ്. ആദ്യം നമ്മൾ റൈറ്റ് സൈഡിലുള്ള പള്ളിയിലേക്കാണ് പോകുന്നത്. അതിപുരാതനമായ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച്. മുന്നോട്ട് പോയാൽ വാസ്കോഡ ഗാമ സ്ക്വയറും ബീച്ച് സൈഡുമാണ്. പിന്നെ ബാസ്റ്റിൻ ബംഗ്ലാവ്, അൽഫോൺസ മരിയ ബംഗ്ലാവ്, അങ്ങനെ കുറേ ചരിത്രമുറങ്ങുന്ന കെട്ടിടങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്.
ഇവിടെ ഒരു നെയിം ബോർഡ് കാണാം. കൊച്ചി ഇതിലെ എന്ന് പറഞ്ഞ് ഒരു റൂട്ട് മാപ്പാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് എന്തായാലും പള്ളിക്കകത്ത് കയറാം. 1503 പോർച്ചുഗീസുകാർ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കത്തോലിക്ക ചർച്ചാണിത്. വാസ്കോഡ ഗാമയെ ആദ്യം അടക്കം ചെയ്ത പള്ളിയാണിത്. അദ്ദേഹത്തെ ആദ്യം മറവ് ചെയ്ത ഒരു കല്ലറ ഈ പള്ളിക്കകത്തുണ്ട്. അപ്പോൾ നമ്മളുടെ സെക്യൂരിറ്റിക്കാർ ക്യാമറ കൊണ്ട് അകത്തേക്ക് കയറാൻ സമ്മതിച്ചില്ല. അതുകൊണ്ട് കൂടുതലൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും ഞാൻ അകത്തേക്ക് കയറി അവിടെ കണ്ട കാര്യങ്ങൾ ഒന്ന് ഓടിച്ചു പറയാം. ഈ പള്ളിക്ക് ഏറെ ചരിത്ര പ്രാധാന്യമുണ്ട്. പടിഞ്ഞാറോട്ട് ദർശനമായാണ് ഈ പള്ളി നിൽക്കുന്നത്. വാതിലുകളും ജനലുകളും എല്ലാം കമാനാകൃതിയിലാണ്. വലിയ തൂണുകളും ഭിത്തികളും ഒക്കെ ഉണ്ട്. പള്ളിയുടെ മുൻവശത്ത് വലിയൊരു ക്ലോക്ക് ഉണ്ട്. അതിനൊരു കഥയുണ്ട്. 1923 ആസ്പിൽ വാൾ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായിരുന്ന ഹാൾ ഹാരിസൺ ജോൺസിന്റെ സ്മരണക്കായി സ്ഥാപിച്ചതാണ് ഈ ക്ലോക്ക്. പള്ളിക്കായി പ്രവർത്തിച്ച പലരുടെയും ഫലകങ്ങൾ ഈ പള്ളിക്കകത്തുണ്ട്. എലിസബത്ത് രാജ്ഞി പള്ളി സന്ദർശിച്ചതിന്റെ ഓർമ്മക്കായി സ്ഥാപിച്ച ഫലകവും കൂട്ടത്തിലുണ്ട്. പിന്നെ പറയാനുള്ളത് മനോഹരമായ ഒരു വാസ്തുവിദ്യയാണ്. ഇങ്ങനെ എല്ലാം കൊണ്ടും ചരിത്രമാകുന്ന ഒരു പള്ളി. അപ്പോൾ പള്ളിയിൽ നിന്ന് നമ്മൾ പുറത്ത് കടന്നപ്പോൾ ഒരു ചേട്ടനെ പരിചയപ്പെട്ടു. ആ ചേട്ടൻ കുറേ മാഗ്നറ്റ് ഉള്ള കാർഡുകൾ വിൽക്കുകയാണ്. 80 രൂപ മുതലുള്ള കാർഡുകളാണ് ഇതൊക്കെ. ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി, പിന്നെ കേരള തനിമ വിളിച്ചോതുന്ന സദ്യ, വള്ളംകളി, പൂരം, ആന, അങ്ങനെ കുറേ കളക്ഷൻ ഉണ്ട്. എന്തായാലും കൊള്ളാം, നൈസായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബീച്ച് സൈഡിലേക്ക് പോകുമ്പോഴുള്ള കാഴ്ചയാണിത്. മുന്നോട്ട് നടക്കുമ്പോൾ ശരിക്കും ഗോവയിൽ പോയ ഒരു ഫീലാണ് അല്ലേ? റോഡിൻ്റെ 2 സൈഡും അങ്ങനെ കളർഫുള്ളായി കടകൾ കിടക്കുകയാണ്. ഇത് അൽഫോൺസ മരിയ ബംഗ്ലാവാണ്. അകത്തേക്ക് പ്രവേശനമില്ല, അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ കെട്ടിടമാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് ബാസ്റ്റിൻ ബംഗ്ലാവ്. ഇതൊരു മ്യൂസിയം ആയിട്ടാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് കണ്ടെത്തിയ ചരിത്ര ശില്പങ്ങൾ, രേഖകൾ, റോമൻ മൺപാത്രങ്ങൾ, പിന്നെ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും കൊച്ചി രാജാവിന് ലഭിച്ച കത്തുകൾ, ഫോർട്ട് കൊച്ചിയുടെ പഴയ ചിത്രങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ മ്യൂസിയത്തിലുള്ളത്. മ്യൂസിയത്തിന് മുന്നിൽ കാണുന്ന ഗാർഡൻ ഏരിയ ആണിത്. സന്ദർശകർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടമൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ കാണുന്നത് 10 കലാകാരന്മാർ നിർമ്മിച്ച ശില്പങ്ങളാണ്. ഈ കെട്ടിടത്തിന് വലിയൊരു ചരിത്ര കഥ തന്നെ പറയാനുണ്ട്. അതായത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണകാലം കേണൽ മെക്കാള പ്രഭു താമസിച്ചിരുന്ന ഒരു ബംഗ്ലാവായിരുന്നു ഇത്. അന്ന് ഇവിടെ ഒരു വലിയ യുദ്ധം തന്നെ നടന്നിട്ടുണ്ട്. ഈ ബംഗ്ലാവ് പാലിയത്തച്ഛനും കൂട്ടരും കൈക്കലാകാനുള്ള ശ്രമം ഉണ്ടായി. ജലമാർഗമായാണ് പാലിയത്തച്ഛനും കൂട്ടരും ബംഗ്ലാവിൽ എത്തുന്നത് എന്നാണ് ചരിത്രം പറയുന്നത്. ഇവർ ബംഗ്ലാവ് വളയുകയും തീപ്പന്തങ്ങൾ എറിയുകയും ഒക്കെ ചെയ്തു. ബംഗ്ലാവിന്റെ താഴത്തെ നില മണൽ നിറച്ച് അവിടെയാണ് ബ്രിട്ടീഷ് സൈന്യം ഒളിച്ചിരുന്നത്. ഈ തന്ത്രം മനസ്സിലാക്കിയ പാലിയത്തച്ഛൻ ബംഗ്ലാവിന്റെ മുകൾ നിലയിലേക്ക് തീപ്പന്തമെറിഞ്ഞ് പാഞ്ഞടുക്കുകയായിരുന്നു. അപ്രതീക്ഷിതമായ ഈ കടന്നുകയറ്റത്തിൽ ബ്രിട്ടീഷ് സൈന്യം 4 ഭാഗത്തേക്കും ഉതറിയോടി എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ പോകുന്നു ചരിത്രം. ബിഗ് ബിയിലെ നമ്മുടെ ബിലാലിൻ്റെ വീടും ഓൾഡ് ഹാർബർ ഹോട്ടലും അങ്ങനെ കുറേ പഴയ കെട്ടിടങ്ങൾക്ക് നമുക്ക് പല സൈഡിലൊക്കെയായി കാണാം. ഒരു ദിവസം കൊണ്ട് എന്തായാലും ഫോർട്ട് കൊച്ചി കാഴ്ച കണ്ടു തീർക്കാനൊന്നും കഴിയില്ല. അപ്പം നിങ്ങളിപ്പോൾ കണ്ടത് പരമ്പരാഗത ആഘോഷങ്ങൾ നടത്താൻ വാസ്കോഡ ഗാമ നിർമ്മിച്ച സ്റ്റേജാണിത്. അപ്പോൾ നമ്മളിപ്പോൾ ബീച്ച് സൈഡാണ് എത്തിയിരിക്കുന്നത്. കുറേ നടന്ന് ക്ഷീണിച്ചത് കൊണ്ട് ഒരു ബൂസ്റ്റ് കുലുക്കി കുടിച്ചാലോ എന്നാൽ നമുക്ക് അങ്ങനെ ഈ ചേട്ടൻ നമുക്ക് ബൂസ്റ്റ് കുലുക്കിയും പല ഫ്ലേവറിലുള്ള കുലുക്കിയും ഉണ്ടാക്കി തരുന്നതാണ്. ചൂട് സമയമായതുകൊണ്ട് തന്നെ സർബത്തും ഇളനീരും ഒക്കെ എല്ലാ സൈഡിലുണ്ട്. പിന്നെ ഇടയ്ക്കിടെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്ന ചീനവലകളും ഈ സ്ട്രീറ്റിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ പോകുന്ന കാഴ്ചകൾ.
പകലിനേക്കാളും ഇവിടുത്തെ രാത്രിക്കാണ് പ്രത്യേകത എന്നാണ് പറയുന്നത്. ഫോർട്ട് കൊച്ചിയുടെ വിശേഷങ്ങൾ എന്തായാലും ഇവിടെ തീരുന്നില്ല. അടുത്ത എപ്പിസോഡിൽ ബാക്കി വിശേഷങ്ങൾ കാണാം. ടാറ്റാ ബൈ.